ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടക്കറി റെസിപ്പിയാണ് കേട്ടോ. ഇത് മസാലകളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ടക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിതവിടെ 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവാള ചെറുതായി പൊടിയാക്കി അരിഞ്ഞിട്ട് ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 3 പച്ചമുളകാണ്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി, 2 തക്കാളി ചെറുതായി നുറുക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും മുഴുവനായിട്ട് നന്നാക്കിയിട്ട് ഇതിലോട്ട് അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ഇതെല്ലാം പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പകുതി അരച്ചപ്പോഴാണ് ഓർത്തത് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. 2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മസാലയൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് 1 സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചൂടായി വന്നപ്പോൾ മുട്ടയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നീട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ അത് ചീനച്ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ച സവാളയും കൂടെ ആ എണ്ണയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട ആ എണ്ണയിലോട്ടാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുത്. സവാളയൊക്കെ നമ്മൾ പൊടിയായി അരിഞ്ഞ് എപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ആ മുട്ടക്കറിയുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും കൂടും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ഇവിടെ വഴണ്ടി വന്നപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടക്കറിക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞതാ ഇതുപോലെ ആയി കിട്ടും. അപ്പം നമ്മുടെ മുട്ടക്കറി ഇതവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്ന് മുകളിലോട്ട് വെതറി കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള കിടിലൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ മുട്ടക്കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്